തിരുവിതാംകൂർ ആദിത്യവർമ്മ മഹാരാജാവിനെ പച്ചയ്ക്ക് തെറി വിളിച്ച് മലയാള ആക്ടർ വിനായകൻ. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇന്നലെ ജൂൺ 5 പരിസ്ഥിതി ദിനമായിരുന്നു. ഒരുപാട് പേര് വൃക്ഷത്തൈകൾ നടുന്ന തിരക്കിലായിരുന്നു. ആ കൂട്ടത്തിൽ ആദിത്യവർമ്മയും ഒരു വൃക്ഷത്തൈ തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന്റെ പരിസരത്ത് നട്ടു എന്നുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ ആസ്പദമാക്കിയിട്ടായിരിക്കണം നടൻ വിനായകൻ ആദിത്യവർമ്മയെ പച്ചയ്ക്ക് തെറി വിളിക്കാനുണ്ടായ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. വിനായകൻ ആദിത്യവർമ്മയെ തെറി വിളിച്ചതോടുകൂടി ഒരുപാട് പേര് അദ്ദേഹത്തെ വന്ന് തെറി വിളിക്കുന്ന ഒരു പ്രവണത ആ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു. സാധാരണ വിനായകൻ ചെയ്യാറുള്ളത് പോലെ അടിച്ച സാധനത്തിന്റെ കെട്ടിറങ്ങിയതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മണിക്കൂറുകൾക്ക് ശേഷം വിനായകൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഞാൻ ഈ പോസ്റ്റ് വായിച്ച് ഇതെന്താണ് സംഭവം എന്ന് നോക്കുമ്പോഴാണ് ആ കമന്റിന്റെ താഴെ ഒരാള് ഈ മരത്തൈ നടുന്ന ആ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. ആ മരത്തൈ ആദിത്യവർമ്മ നടാനുണ്ടായ കാരണം KSUവിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അസ്ലാം ആണ് ആ ചെറിയ മരത്തൈ ഇദ്ദേഹത്തിന് നൽകുന്നത്, ആദിത്യവർമ്മയ്ക്ക് നൽകുന്നത്. അങ്ങനെ അദ്ദേഹം അത് അവിടെ കുഴിച്ചിടുകയാണ്. ആ കുഴിച്ചിടുന്ന സമയത്ത് ഈ അസ്ലാം ഈ ആദിത്യവർമ്മയെ അഭിസംബോധന ചെയ്തത് പ്രിൻസ്, രാജാവ് എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാളെനെ ആരെങ്കിലും രാജാവ് എന്ന് വിളിക്കുന്ന ഒരു പ്രവണതയില്ല. അങ്ങനെ രാജാവെന്ന് വിളിക്കുന്നത് കേട്ടാൽ ഏറ്റവും ആദ്യം രോക്ഷാകുലരാവുന്നത് വിനായകനും വിനായകന്റെ ജാതിയിൽപ്പെട്ട ആളുകളൊക്കെയാണ്. പണ്ടേ തമ്പ്രാക്കന്മാരാണ് തങ്ങളെ അടിച്ച് അമർത്തിയത് എന്നുള്ളൊരു അപകർഷതാബോധം ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞിനടക്കം പോലും ഉണ്ട് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ബ്ലഡിൽ നിന്ന് അത് പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും സംസാരം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വിനായകനെ KSUവിന്റെ ഒരു നേതാവ് ഈ ആദിത്യവർമ്മയെ രാജാവ് എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാണ് വിനായക നിങ്ങളിങ്ങനെ രോക്ഷാകുലരാവുന്നത്? നിങ്ങളെ വന്നിട്ട് ആരെങ്കിലും കടിച്ചോ? ഈ ആദിത്യവർമ്മ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒട്ടും തന്നെ അഹങ്കാരമില്ലാത്ത മനുഷ്യനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. അദ്ദേഹത്തിനെ വെറുതെ ആളുകൾ ആദിത്യവർമ്മ മഹാരാജൻ എന്നൊക്കെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസിലോ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിലോ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു രേഖയിൽ, പാസ്പോർട്ടിലോ ഒരു രേഖയിലും ആദിത്യവർമ്മ മഹാരാജൻ എന്നെവിടെയും എഴുതിയിട്ടില്ല തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും വിനയത്തോടും കൂടി ജനങ്ങളോട് പെരുമാറുന്ന, ആളുകളോട് പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ കവടിയാർ കൊട്ടാരം എന്ന് പറയുന്നത് ഏകദേശം 36-35 ഏക്കറിലാണ് ഈ ഒരു കൊട്ടാരം നിൽക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസ്ലാമിന് അങ്ങനെ തോന്നിക്കാണും ഇദ്ദേഹം ഒരു രാജാവാണ്, പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള കണക്ഷൻ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു ബഹുമാനത്തിന്റെ രീതിയിൽ പറഞ്ഞതാണ്. ഒരാൾ തന്നെ രാജാവ് എന്ന് വിളിക്കുമ്പോൾ ഇന്ന രാജാവ് എന്നൊന്നും വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാളുടെ സന്തോഷത്തിന് അയാൾ രാജാവോ അല്ലെങ്കിൽ മന്ത്രിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തെറിയൊന്നല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആദിത്യവർമ്മ നിന്നു കൊടുത്തതായിരിക്കാം. അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ. അതിന് അങ്ങനെ കാണണ്ടുള്ളൂ. ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ പിണറായിയാണ് തമ്പുരാൻ എന്ന് പറഞ്ഞു നടക്കുന്ന പോലെ ആദിത്യവർമ്മ മഹാരാജൻ ആരും ഇവിടെ പറഞ്ഞു നടക്കണമെന്നില്ല. അദ്ദേഹം അസ്ലാം ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ പങ്കുവെച്ചതാവും. അപ്പൊ ഇതിനെ തുടർന്നാണ് വിനായകൻ ഇത്തരത്തിലുള്ള അസഭ്യം ഒക്കെ ആദിത്യവർമ്മയെ വിളിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിനായകന്റെ ഈ പേക്കൂത്തുകളൊന്നും പഴയതുപോലെ ഏശില്ല. മാത്രമല്ല വിനായകൻ ഇനി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചാൽ തീർച്ചയായിട്ടും അഴി എണ്ണേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയനല്ല ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു കുറ്റം ചെയ്യാത്ത ആളുകളെ പച്ചയ്ക്ക് അധിക്ഷേപിക്കുകയാണ്, അതിന് ആയുധമാക്കുന്നത് തൻ്റെ ജാതിയാണ് എന്നുള്ളൊരു ധാർഷ്ട്യം വിനായകനുണ്ട്. അതെടുത്തു കളയേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിനായകനെതിരെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിനായകന്റെ കുറെ തോന്നിവാസങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. യേശുദാസിനെയൊക്കെ തെറി വിളിച്ച സമയത്ത് ഞാൻ അതിനെ അനുകൂലിച്ചിട്ട് വിനായകനെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ ആദിത്യവർമ്മേനെയൊക്കെ നമ്മൾ ഇത്രയധികം തെറി വിളിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട്. അദ്ദേഹം നമ്മളെ ഒന്നും സഹായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തോ ഒന്നുമല്ല. പക്ഷെ ആ മനുഷ്യൻ വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയും ജനങ്ങളോട് പെരുമാറുന്ന ആ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യന് എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ തെറി വിളിക്കുന്നത്? അയാൾ പറഞ്ഞോ ഞാൻ രാജാവാണെന്ന്? അയാൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അയാളെ അത് അസ്ലാം പോലെയുള്ള ഒരാളൊരു റെസ്പെക്റ്റിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. അതിന് ഇത്ര അധികം
പച്ചത്തെറി പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണ്ട എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഈ ഒരു അതായത് വിനായകൻ ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ അടിച്ച കെട്ടിറങ്ങിയതിന് ശേഷം ഇത് ഡിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേണ്ട രീതിയിൽ ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ആരിലേക്കും എത്തിയില്ല എന്ന് വിനായകന് തോന്നിയത് കൊണ്ടായിരിക്കണം ഇന്നും വിനായകൻ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആദിത്യ വർമ്മയുടെ പോസ്റ്റ് 1 മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വിവാദമാക്കണം എന്നാണ് വിനായകൻ ആഗ്രഹിക്കുന്നത്. അതെന്തിന്റെ പുറത്താണെങ്കിലും വിനായകന്റെ കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറേണ്ടതുണ്ട്. ഭരണം മാറി എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയെ തെറി വിളിച്ചിട്ട് വളരെ മാന്യമായി ക്ഷമിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇനി അത്തരത്തിലുള്ള അസഭ്യങ്ങളോ അല്ലെങ്കിൽ തോന്നിവാസങ്ങളോ കാണിച്ചാൽ ക്ഷമിക്കാൻ എപ്പോഴും ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കേണ്ടതാണോ എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചിന്തിക്കും എന്നുള്ളതൊന്ന് ഓർക്കുന്നത് വിനായകൻ നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിനായകന്റെ നല്ല സിനിമകൾ ജനം കാണാൻ ആഗ്രഹിക്കട്ടെ, അത് സംഭവിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.